നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നത് ജാമ്യമില്ലാ കുറ്റമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി IAS അറിയിച്ചു. എല്ലാവരും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു. വനം മന്ത്രി നാടിന് അപമാനമെന്ന് കോതമംഗലം രൂപത ചാൻസലർ റവറന്റ് ഡോക്ടർ ജോസ് കുളത്തൂർ. കത്തോലിക്ക കോൺഗ്രസ് കരിമണ്ണൂർ ഫൊറോന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോദി സർക്കാർ ഇന്ത്യയെ വൻ സാമ്പത്തിക ശക്തിയാക്കിയെന്ന് BJP സംസ്ഥാന വക്താവ് KVS ഹരിദാസ്. BJP ഇടുക്കി നോർത്ത് ജില്ലാ കമ്മിറ്റിയിൽ സംഘടിപ്പിച്ച ബജറ്റ് ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേനലെത്തും മുമ്പ് അറക്കുളത്തെ വാട്ടർ ടാങ്ക് വിതരണം ആശ്വാസമായി. ടാങ്ക് വിതരണം ജലന്ധർ വാർഡ് മെമ്പർ വിനീഷ് വിജയൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക വനവൽക്കരണം ലക്ഷ്യമാക്കി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുതലക്കൊടുത്ത് ഗ്രീൻ വാലി അഗ്രോ ഫാം പ്രവർത്തനം ആരംഭിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നത് ജാമ്യമില്ലാ കുറ്റമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി IAS അറിയിച്ചു. എല്ലാവരും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു. ജില്ലാ വികസന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീറണാക്കുന്നേൽ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നവർക്ക് 3 മുതൽ 7 കൊല്ലം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്നും ഇക്കാര്യം എല്ലാവരും മനസ്സിലാക്കണമെന്നും ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അറിയിച്ചു. ജില്ലാ വികസന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഉപവകുപ്പ് 9 പ്രകാരം വേട്ടയ്ക്ക് തുല്യമായിട്ടാണ് വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നതിനെ കണക്കാക്കുന്നത്. ഹോണടിച്ചും വാഹനം ഇരമ്പിപ്പിച്ചും PP വിളിച്ചും മറ്റും വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നത് ജാമ്യമില്ലാത്ത കുറ്റമാണ്. അതിനാൽ എല്ലാവരും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം, കളക്ടർ പറഞ്ഞു. അതിഥി തൊഴിലാളികളെ സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ ലഭ്യമാക്കാൻ തൊഴിൽ വിദ്യാഭ്യാസ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് യോഗം നിർദ്ദേശം നൽകി. ജില്ലയിലെ അറവുശാലകൾ സംബന്ധിച്ച് കൃത്യമായ കണക്കെടുക്കണം. ബാലവേല സംബന്ധിച്ച് എല്ലാ പഞ്ചായത്തുകളിലും ബോധവൽക്കരണം നടത്തണമെന്നും കൂട്ടിച്ചേർത്തു. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അധ്യക്ഷത വഹിച്ചു. ഡീൻ കുര്യാക്കോസ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീറണാംകുന്നേൽ, ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ TP സുദേശ്, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വനം മന്ത്രി നാടിന് അപമാനമെന്ന് കോതമംഗലം രൂപത ചാൻസലർ റവറന്റ് ഡോക്ടർ ജോസ് കുളത്തൂർ. കത്തോലിക്ക കോൺഗ്രസ് കരിമണ്ണൂർ ഫൊറോന സമിതിയുടെ നേതൃത്വത്തിൽ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് കാളിയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദിനംപ്രതി കേരളത്തിൽ മനുഷ്യർ കാട്ടുമൃഗങ്ങളാൽ കൊല്ലപ്പെട്ടിട്ടും പരിഹാരം കാണാത്ത വനമന്ത്രി നാടിന് അപമാനമാണെന്ന് കോതമംഗലം രൂപത ചാൻസലർ റവറന്റ് ഡോക്ടർ ജോസ് കുളത്തൂർ. കത്തോലിക്ക കോൺഗ്രസ് കരിമണ്ണൂർ ഫൊറോന സമിതിയുടെ നേതൃത്വത്തിൽ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടാകണമെന്നാവശ്യപ്പെട്ട് കാളിയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിന്റെ അകത്ത് കൊടും ക്രൂരതകൾ ചെയ്യുന്നവരെല്ലാവരും വളരെ നിസ്സഹായരും അല്ലെങ്കിൽ വളരെ ലാഘവ ബുദ്ധിയോടെ സുരക്ഷിതരായി ഇടങ്ങളിൽ ഇരിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. ഇന്ന് ഞാനിവിടെ വന്നത് പ്രത്യേകിച്ച് രൂപതയിൽ ഒരു ജോലി ഇല്ലാഞ്ഞിട്ട് എന്നാൽ രാവിലെ കാളിയാർ വരെ പോയേക്കാം, അവിടെ കുറച്ചുപേര് നടന്നു പോകുന്നുണ്ട്, അതിലൊന്ന് പങ്കെടുത്തേക്കാം എന്ന് കരുതിക്കൊണ്ടല്ല. അതുപോലെ ഈ പാവം ചേട്ടന്മാരെല്ലാം ഇവിടെ വന്നത് അവര് ക്യാഷ്വൽ ലീവോ അല്ലെങ്കിൽ മറ്റേ ശമ്പളം കിട്ടുന്ന ലീവോ ഒക്കെ എഴുതി കൊടുത്തിട്ട് രാവിലെ വണ്ടിയും വിളിച്ച് വന്നവരുമല്ല. അവരെല്ലാവരും പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന സാധാരണ കർഷകരാണ്. ചില റിട്ടയർഡ് സാറുമാരൊക്കെ ഉണ്ട്, ബാക്കി എല്ലാവരും സാധാരണക്കാർ മനുഷ്യരാണ്. ഈ മനുഷ്യര് അവരുടെ ഒരു ദിവസത്തെ അന്നം കളഞ്ഞിട്ട് ഈ ഫോറസ്റ്റ് ഓഫീസിന് മുൻപിലേക്ക് വരണമെങ്കിൽ ഇവരുടെ ഒക്കെ ജീവിതം വഴിമുട്ടി തുടങ്ങി എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ കോതമംഗലം രൂപതയുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അഭിമന്യ പിതാവിന്റെയും ജനറാളച്ചന്മാരുടെ ഒക്കെ അനുവാദത്തോടു കൂടി തന്നെയാണ്. അത് വന്നത് ഒരു കാര്യം പറയാനാണ്. ഗതികെട്ട ജനം ഈ സർക്കാരിന്റെ സംവിധാനത്തിനെതിരെ ഏത് വിധേന തിരിയുന്നോ അതിന്റെ ഒക്കെ ഒപ്പം രൂപത ഉണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി പറയാനാണ്. പല ആവർത്തി പറഞ്ഞതാണ്, പല ആവർത്തി പല സാഹചര്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞതാണ്. പക്ഷെ ചെവിയിൽ പഞ്ഞിയാണോ പഞ്ഞിക്കെട്ടാണോ എന്നറിയത്തില്ല, ഇവരാരും കേൾക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാളിയാർ പള്ളിയങ്കണത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി ഫൊറോന വികാരി ഫാദർ ജോസഫ് മുണ്ടുനടയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. കണ്ണൂർ ആറളത്ത് കാട്ടാനയിൽ കൊല്ലപ്പെട്ട ദമ്പതികളായ വെള്ളിയുടെയും ലീലയുടെയും ഫോട്ടോയ്ക്ക് മുൻപിൽ പുഷ്പങ്ങൾ അർപ്പിച്ചാണ് പ്രതിഷേധ ജ്വാല തെളിയിച്ചത്. രൂപതാ പ്രസിഡന്റ് സണ്ണി കടുത്താടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ ധർണയിൽ രൂപതാ ഡയറക്ടർ ഫാദർ ഇമാനുവൽ പിച്ചളക്കാട്ട്, കത്തോലിക്ക കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് ബിജു പറയിനിലം,
പ്രൊഫസർ ജോസുകുട്ടി ഒഴികയിൽ അഡ്വക്കേറ്റ് തമ്പി പിട്ടാപ്പിള്ളി, KM മത്തച്ചൻ, ബിനോയ് കരുനാട്ട്, മാത്യു പൂന്തുരുത്തിയിൽ, സോജൻ ജോസ്, ജോജോ പാറത്തലയ്ക്കൽ, ഷാജു ശാസ്താംകുന്നേൽ, ബെന്നി കുളക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. മോദി സർക്കാർ ഇന്ത്യയെ വൻ സാമ്പത്തിക ശക്തിയാക്കിയെന്ന് BJP സംസ്ഥാന വക്താവ് KVS ഹരിദാസ്. BJP ഇടുക്കി നോർത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ബജറ്റ് ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP ജില്ലാ പ്രസിഡന്റ് PP സാനു അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. നരേന്ദ്രമോദി സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും മികവുറ്റ സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയെന്ന് BJP സംസ്ഥാന വക്താവ് KVS ഹരിദാസ് പറഞ്ഞു. ലോകത്തിൽ ഏറ്റവും വേഗതയിൽ വികസിക്കുന്ന സമ്പദ്ഘടന ഇന്ന് ഇന്ത്യയുടേതാണ്. ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് ലോകരാജ്യങ്ങളും ആഗോള സാമ്പത്തിക ഏജൻസികളും സമ്മതിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP ഇടുക്കി നോർത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ബജറ്റ് ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2014 മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ടാക്സ് എക്സംപ്ഷൻ 2.5 ലക്ഷമായിരുന്നു. 2019 അത് 5 ലക്ഷമായിട്ട് വർദ്ധിച്ചു. 2023 7 ലക്ഷമായി. അവിടെ നിന്നാണ് 2025 12 ലക്ഷത്തിലേക്ക് മോഡി ഈ എക്സംപ്ഷൻ അല്ലെങ്കിൽ ആനുകൂല്യം എത്തിക്കുന്നത്. നമ്മളിവിടെ ഇരിക്കുന്ന മോഡിയെ സ്നേഹിക്കുന്നവര് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആദായ നികുതി അളവ് തന്നെയാണ്. നിങ്ങളുടെയൊക്കെ വീടിന് ചുറ്റും ആദായ നികുതി കൊടുത്തു വന്ന അനേകം പേരുണ്ടാവും. ശമ്പളം വാങ്ങുമ്പോ എല്ലാ മാസവും TDS പോലെ ആദായ നികുതി ഡിഡക്ട് ചെയ്യുന്നവരുണ്ട്. ഒരു വർഷം 12 ലക്ഷം രൂപയാണ് അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്. ആ ആൾക്കാരെ ഇത് മോഡി നൽകിയതാണ് എന്ന് പറഞ്ഞ് നമ്മളിലേക്ക് അടുപ്പിക്കാനുള്ള ദൗത്യമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ ഏറ്റെടുക്കേണ്ടത്. ഞാൻ ആദ്യമായിട്ട് സൂചിപ്പിക്കുന്നത് അതാണ് പ്രധാനപ്പെട്ട കാര്യം. BJP ജില്ലാ പ്രസിഡന്റ് PP സാനു അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ നേതാവ് ശ്രീ ശശി ചാലക്കൽ സ്വാഗതം ആശംസിച്ചു. പാർട്ടി ഭാരവാഹികളായ KN ഗീതാകുമാരി ടീച്ചർ, അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ്, അദീന ഭാരതി, രതീഷ് വരകുമല, വണ്ണപ്പുറം മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് S പാടത്തിൽ, തൊടുപുഴ മണ്ഡലം പ്രസിഡന്റ് ശ്രീകാന്ത് S, സൗമ്യ PV, ഷിബു ജേക്കബ്, രാജേഷ് പൂവാശ്ശേരിൽ, നവോദയ സ്കൂൾ പ്രിൻസിപ്പൽ ജിമ്മി ജോസഫ്, മുൻ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി TC മാത്യു തുടങ്ങിയവരും വിവിധ സംഘടനാ പ്രതിനിധികളായ ബിജു കൃഷ്ണൻ, S പത്മഭൂഷൺ, രമണൻ PC, മാത്യു N വേണുഗോപാൽ, രാജു കയ്യറ്റിനാനി, രവിസാർ തുടങ്ങിയവരും നിരവധി പാർട്ടി നേതാക്കളും അനുഭാവികളും കേന്ദ്ര ബജറ്റ് ചർച്ച വേദിയെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കി. ശ്രീകാന്ത് കാഞ്ഞിരമറ്റം കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വേനലെത്തും മുമ്പ് അറക്കുളത്തെ വാട്ടർ ടാങ്ക് വിതരണം ആശ്വാസമായി. ചേറാടി നീർത്തട പദ്ധതിയിൽപ്പെടുത്തി മണ്ണൊലിപ്പ് തടയാനായി 2 വാർഡുകളിലും പൂർത്തീകരിച്ച കയ്യാല പദ്ധതിയുടെ ഭാഗമായാണ് വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്തത്. ചേറാടി നീർത്തട പദ്ധതി കൺവീനർ മനയാനി ജോർജിന്റെ അധ്യക്ഷതയിൽ നടന്ന ടാങ്ക് വിതരണം ജലന്ധർ വാർഡ് മെമ്പർ വിനീഷ് വിജയൻ ഉദ്ഘാടനം ചെയ്തു. വേനൽ കനക്കും മുൻപ് തന്നെ കുടിവെള്ളക്ഷാമം രൂക്ഷമായി കഴിഞ്ഞ അറക്കുളത്തെ 6, 7 വാർഡുകളിൽ നടത്തിയ വാട്ടർ ടാങ്ക് വിതരണം നാട്ടുകാർക്ക് ഏറെ ആശ്വാസമായി. ചേറാടി നീർത്തട പദ്ധതിയിൽപ്പെടുത്തി മണ്ണൊലിപ്പ് തടയാനായി 2 വാർഡുകളിലും പൂർത്തീകരിച്ച കയ്യാല പദ്ധതിയുടെ ഭാഗമായാണ് വാട്ടർ ടാങ്കുകൾ വിതരണം നടത്തിയത്. ചേറാടി നീർത്തട പദ്ധതി കൺവീനർ മനയാനി ജോർജിന്റെ അധ്യക്ഷതയിൽ നടന്ന ടാങ്ക് വിതരണം ജലന്ധർ വാർഡ് മെമ്പർ വിനീഷ് വിജയൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണ നമുക്കറിയാം, ഒരു സർക്കാർ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം അത് വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്നതിന് ഒത്തിരി കാലതാമസം വന്നാണ് നമ്മൾ കാണാറ്. പക്ഷേ ഈ ഒരു ടാങ്കിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഇംപ്ലിമെൻ്റ് ഓഫീസർമാർ വളരെ സമയബന്ധിതമായിട്ട് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. അതിൻ്റെ ഉപഭോക്താക്കളായിട്ട് അപേക്ഷ തന്ന ആളുകളും വളരെ കാര്യക്ഷമമായിട്ട് അതിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം നമ്മൾ പറഞ്ഞ ഡേറ്റിൽ തന്നെ തന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു. പിന്നെ ഏകദേശം അതിൻ്റെ തുടങ്ങിയിട്ടൊരു 40 ദിവസം പോലും ആയില്ല. അതിനു മുമ്പ് ആൾക്കാർക്ക് എല്ലാവർക്കും ആ ടാങ്കിൽ നിന്ന് കൈമാറുന്നൊരു അവസ്ഥയുണ്ട്. ഒരു സമയമാണിത്. ഇതിനുവേണ്ടി സഹകരിച്ച ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ നമ്മുടെ ഈ ചേറാടി നീർത്തട പദ്ധതിയുടെ കൺവീനർ ശ്രീ ജോർജ് മനയാനി, അതുപോലെ നമ്മുടെ 7-ാം വാർഡ് മെമ്പർ വേലുകുടിച്ചേട്ടൻ, അതുപോലെ ഈ നീർത്തട പദ്ധതിയുടെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. പദ്ധതികൾ ഏതാണെങ്കിലും അത് സർക്കാരിൻ്റെ പദ്ധതികളെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നടപ്പിലാക്കിയാൽ മാത്രമേ നമ്മുടെ നാടിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ.
പതിപ്പള്ളി വാർഡ് മെമ്പർ PA വേലുക്കുട്ടൻ മുഖ്യപ്രഭാഷണം നടത്തി. പീരുമേട് സോയിൽ കൺസർവേഷൻ ഓഫീസർ MM സെലീന പദ്ധതി വിശദീകരണം നടത്തി. ഓവർസിയർ S സന്തോഷ് കുമാർ, സർവേയർ N ജോമോൻ എന്നിവർ സംസാരിച്ചു. വർക്ക് സൂപ്രണ്ടുമാരായ NB ബിനിമോൾ, ജോൺ മാത്യു, ലസ്കർ ജിൻസൺ മാത്യു, കമ്മിറ്റി അംഗങ്ങളായ പൊറഞ്ചിറ ജോണി, രാമചന്ദ്രൻ ദിനേശൻ, ബേബി വാഴലാനിക്കൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അറക്കുളം. കാർഷിക വനവൽക്കരണം ലക്ഷ്യമാക്കി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുതലക്കോടത്ത് ഗ്രീൻ വാലി അഗ്രോ ഫാം പ്രവർത്തനം ആരംഭിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ഇതിനോടനുബന്ധിച്ച് നടത്തിയ കാർഷിക ഡ്രോൺ പ്രദർശനം കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഇൻഫാം സംസ്ഥാന ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടയ്ക്കൽ, AKCC രൂപതാ ഡയറക്ടർ റവറൻ ഡോക്ടർ മാനുവൽ പിച്ചിലക്കാട്ട്, ഫൊറോണ ഡയറക്ടർ റവറൻ ഡോക്ടർ ജോർജ് താനത്തുപറമ്പിൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കാർഷിക വനവൽക്കരണം ലക്ഷ്യമാക്കി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുതലക്കോടത്ത് ഗ്രീൻ വാലി അഗ്രോ ഫാം പ്രവർത്തനം ആരംഭിച്ചു. മുതലക്കോട് ഫൊറോന പള്ളിയുടെ ഉടമസ്ഥയിലുള്ള 3 ഏക്കർ സ്ഥലത്താണ് ഫാം പ്രവർത്തിക്കുന്നത്. വൈവിധ്യമാർന്ന 30ഓളം പഴവർഗ്ഗങ്ങൾ, മത്സ്യകൃഷി, തേനീച്ച വളർത്തൽ എന്നിവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. രാസവളങ്ങളും കീടനാശിനികളും ഇവിടെ ഉപയോഗിക്കില്ല. ജലസംരക്ഷണം, മണ്ണ് സംരക്ഷണം എന്നിവയ്ക്കുള്ള മാർഗങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഫാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിനോടനുബന്ധിച്ച് നടത്തിയ കാർഷിക ഡ്രോൺ പ്രദർശനം കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ബോധനക്കുടം ഈ പള്ളിയില് പുതിയ ഒരു ദിശയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഡ്രോണിന്റെ ഉപയോഗം കാർഷിക മേഖലയിലേക്ക് വരിക. 1750-ലുണ്ടായ കാർഷിക വിപ്ലവം യന്ത്രങ്ങള് കൃഷി മേഖലയ്ക്ക് വന്നതോടുകൂടിയാണ്. വിതയ്ക്കാനും കൊയ്യാനും യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി കാർഷിക മേഖലയിലെ ലാഭത്തിന്റെ അളവ് വൻതോതിൽ വർദ്ധിക്കുകയുണ്ടായി. ഉൽപാദനക്ഷമത വർദ്ധിച്ചു, വിളവ് കുറഞ്ഞ ചെലവിൽ ശേഖരിക്കാൻ കഴിഞ്ഞു. ഇന്നിപ്പോ ഡ്രോണിന്റെ ഉപയോഗം കാർഷിക മേഖല കൊണ്ടുവരുന്നതോടുകൂടി അങ്ങനെ വിപ്ലവകരമായ ഒരു കുതിപ്പ് കാർഷിക മേഖല ഉണ്ടാകാൻ പോവുകയാണ്. അത് നമ്മുടെ ഈ പരിസരത്ത് ആദ്യമായിട്ട് നടക്കുന്നത് മുതലക്കോടത്താണ് എന്നത് മുതലക്കോട് നിവാസികൾക്ക് ഏറെ ആനന്ദകരമായ കാര്യമാണ്. ഇൻഫാം സംസ്ഥാന ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടയ്ക്കൽ, AKCC രൂപതാ ഡയറക്ടർ റവറൻ ഡോക്ടർ മാനുവൽ പിച്ചിലക്കാട്ട്, ഫൊറോന ഡയറക്ടർ റവറൻ ഡോക്ടർ ജോർജ് താനത്തുപറമ്പിൽ, DFC രൂപതാ ഡയറക്ടർ ഫാദർ ജോസ് കിഴക്കൽ, ഫാദർ ജോസ് കണ്ടത്തിൽ, പ്രൊഫസർ ജോജോ പാറത്തലയ്ക്കൽ, KM മദച്ചൻ, വാർഡ് കൗൺസിലർ ജോർജ് ജോൺ, KSS ജില്ലാ സെക്രട്ടറി MJ വിൻസെന്റ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മുതലക്കോടം. ഇടുക്കി ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെയും അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ ഭിന്നശേഷിക്കാരായവർക്ക് ചലനസഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പീരുമേട് റെയിൻ വാലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചലനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. 250ഓളം പേർക്ക് ശ്രവണ ചലന സഹായ യന്ത്രങ്ങൾ വിതരണം ചെയ്തു. ജന്മന അംഗവൈകല്യം സംഭവിച്ചവർക്കും അപകടങ്ങൾ മൂലം ചലനശേഷി നഷ്ടപ്പെട്ടവർക്കും കേൾവിക്കുറവുള്ളവർക്കുമാണ് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് കൈത്താങ്ങാവുന്നത്. ഇതിനായി കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഹഡ്കോയുടെ CSR ഫണ്ട് ഉപയോഗിച്ച് ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അലിംകോ കമ്പനിയുടെ സഹകരണത്തോടു കൂടിയാണ് ഇടുക്കി ജില്ലാ സാമൂഹിക നീതി വകുപ്പിന്റെയും അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വനിതാ ശിശുവികസന വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായവർക്ക് ചലന ശ്രവണ സഹായികൾ വിതരണം ചെയ്തത്. പീരുമേട് റെയിൻ വാലി റിസോർട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സഹായ ഉപകരണ വിതരണത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ സാമൂഹിക നീതി വകുപ്പ് ഓഫീസർ VA ഷംനാഥ് അധ്യക്ഷനായിരുന്നു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസമ ജെയിംസ് സ്വാഗതം ആശംസിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ചലന സഹായ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് വിഭിന്നമാണ്. ഒരാൾക്കൊരു പ്രശ്നമാണെങ്കിൽ മറ്റൊരാൾക്ക് വേറെ തരത്തിലുള്ള വിഷയങ്ങളാണ്. പക്ഷെ അവരെ സമൂഹത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങൾ അവർക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ എങ്ങനെയും ജീവിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഈ സഹായ ഉപകരണങ്ങളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിന് പല പല പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം പൂർണ്ണതോതിൽ പരിഹരിക്കാൻ നമുക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല. ഈ ആളുകൾ ഇന്നിപ്പോൾ നമുക്ക് വിതരണം ചെയ്യുന്നത് അലിംകോ എന്നുള്ള ഒരു കമ്പനി നിർമ്മിച്ച് അവർ കൊടുക്കുന്ന വീൽ ചെയറുകൾ പോലെ അവർ കൊടുക്കുന്ന മറ്റ് വെപ്പുകാല്, അതുപോലെ തന്നെ കയ്യ്, അതോടൊപ്പം തന്നെ ഹിയറിംഗ് എയ്ഡ്, അങ്ങനെ മുഴുവടി, അങ്ങനെ പല പല സാധന സാമഗ്രികൾ അവർ നിർമ്മിക്കുന്നത് ആണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്നത്. എന്നാൽ നമുക്ക് ചുറ്റുപാടും
ആവശ്യങ്ങൾ പലതാണ്. പല രീതിയിലുള്ള പ്രയാസങ്ങളാണ് ഓരോ മനുഷ്യരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ചെറിയ തോതിലെങ്കിലും ആശ്വാസമാകുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമ്മൾ പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഈ തരത്തിൽ കേന്ദ്ര സാമൂഹ്യ നീതി വകുപ്പ്, സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് വഴി ബ്ലോക്ക് പഞ്ചായത്തുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇതിൻ്റെ ഒരു സംഘാടനപരമായി വിതരണ പരിപാടി കഴിഞ്ഞ കുറേ നാളുകളായി നടത്തി വരുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിന് മുമ്പ് ഇതുപോലെ തന്നെ പീരുമേട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ സഹായ ഉപകരണ വിതരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആസ്പിരേഷണൽ ബ്ലോക്ക് എന്നുള്ള നിലയിലേക്ക് സാധാരണക്കാരുള്ള, പാവപ്പെട്ടവരുള്ള, തൊഴിലാളികളുള്ള ഒരു പ്രദേശമാണ് നമ്മുടേത്. അപ്പോൾ ഈ മേഖലയിലെ ആളുകളെ കൂടുതലായി സഹായിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ ജില്ലയിലെ 2 ബ്ലോക്കുകൾ, അത് അഴുത ബ്ലോക്കും അതോടൊപ്പം തന്നെ ദേവികുളം ബ്ലോക്കും, ഈ 2 ബ്ലോക്കുകളുടെ പരിധിയിലുള്ള പഞ്ചായത്തുകളിൽ ഗുണഭോക്താക്കളെ കണ്ടെത്തിക്കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രോഗ്രാം കോർഡിനേറ്ററും അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഷാജി പേനടുത്ത്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PM നൌഷാദ്, P മാലതി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി R വെള്ളയൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. അഴുത ബ്ലോക്കിന് കീഴിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുമായി 250ഓളം പേർക്ക് ചലനശ്രവണ സഹായികൾ വിതരണം ചെയ്തു. BBC ന്യൂസ്, പീരുമേട്. വിവ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ നേതൃത്വത്തിൽ ഹജ്ജ് പഠന ക്ലാസും ഉംറ സംഗമവും 27-ന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. PG ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. ഡീൻ കുര്യാക്കോസ് MP വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും. PP മുഹമ്മദ് ഇസ്ഹാഖ് മൗലവി ആമുഖ പ്രഭാഷണം നടത്തും. കാരിക്കോട് നയനാരുപള്ളി മുൻ ഇമാം കടക്കൽ അഷ്റഫ് മൗലവി ഹജ്ജ് ഉംറ മുന്നൊരുക്ക പ്രഭാഷണം നടത്തും. വാവ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ നേതൃത്വത്തിൽ ഹജ്ജ് പഠന ക്ലാസും ഉംറ സംഗമവും 27-ന് കുമ്മങ്കല്ല അറേബ്യൻ ഓഡിറ്റോറിയത്തിൽ നടക്കും. PS സെയ്ദു മുഹമ്മദ് മൗലവി അൽ കാസിമിയുടെ പ്രാർത്ഥനയോടെ പരിപാടി ആരംഭിക്കും. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിക്കും. ഡീൻ കുര്യാക്കോസ് MP വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. PP മുഹമ്മദ് ഇസ്ഹാഖ് മൗലവി ആമുഖ പ്രഭാഷണം നടത്തും. അബു മുഹമ്മദ് അൻവരി മലപ്പുറം മുഖ്യപ്രഭാഷണം നടത്തും. കാരിക്കോട് നയനാരുപള്ളി മുൻ ഇമാം കടക്കൽ അഷ്റഫ് മൗലവി ഹജ്ജ് ഉംറ മുന്നൊരുക്ക പ്രഭാഷണം നടത്തും. ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഹജ്ജ് ഉംറ സർവീസ് നൽകുകയാണ് വിവ ടൂർസിന്റെ ലക്ഷ്യം. റംസാൻ വെക്കേഷൻ പാക്കേജുകൾ കുറഞ്ഞ ചിലവിൽ ഒരുക്കിയിട്ടുണ്ട്. നിർധനർക്ക് ഉംറ പാക്കേജിന് അവസരമൊരുക്കുന്ന പ്രത്യേക പദ്ധതിയും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ അംഗീകാരവും പ്രശംസയും ഒക്കെ പിടിച്ചുപറ്റിയിട്ടുള്ള ഒരു ട്രാവൽസാണ് വിവ ടൂർസ് ട്രാവൽസ്. ഞങ്ങളിപ്പോൾ ഈ സമ്മേളനം വിളിച്ചു നിർത്തിയിട്ടുള്ളത് ഈ ട്രാവൽസിന്റെ കെയർ ഓഫിലുള്ള പ്രിയപ്പെട്ട ഹാജിമാർക്കുള്ള ഒരു ഹജ്ജ് സംഗമവും അതേപോലെ ഉംറയിൽ പങ്കെടുത്ത ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള വലിയ ഒരു സമ്മേളനം ഈ വരുന്ന 27-ാം തീയതി രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 മണി വരെ സമയത്ത് നടത്തപ്പെടുകയാണ്. തൊടുപുഴ കുമ്മങ്കലിലുള്ള അറേബ്യൻ ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ടാണ് ആ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പരിപാടിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനും വിവരങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുവാനും കൂടെ വേണ്ടിയാണ് ഈ സമ്മേളനം നമ്മൾ വിളിച്ചു ചേർത്തത്. അതിനേക്കാൾ ഉപരി ഈ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ വിവ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ഒരു ഹൈലൈറ്റ് പരിപാടിയാകുന്ന ഫ്രീ ഉംറ എന്ന് പറയുന്ന ഒരു പ്രത്യേക പദ്ധതി ഞങ്ങൾ ആവിഷ്കരിക്കുകയാണ്. അഥവാ കഴിയുമെങ്കിൽ ഓരോ ഗ്രൂപ്പിലും ഒരു പാവപ്പെട്ട സാധുവായ ഒരു ഹാജിയെ പരിശുദ്ധമായ ഞങ്ങളുടെ കഅബ ശരീഫിലേക്കും മദീന റൗദയിലേക്കും ഒക്കെ എത്തിക്കുവാനുള്ള ഒരു സംവിധാനം എന്ന നിലയിലാണ് ഞങ്ങൾ ഈ പരിപാടി ഫോക്കസ് ചെയ്യുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിവ ട്രാവൽസ് ചീഫ് കോർഡിനേറ്റർ ആൻഡ് ചീഫ് അമീർ ES സുലൈമാൻ ദാരിമി, ഡയറക്ടർ ഹാഫിസ് ഷമീർ അൽഹാദി, കോർഡിനേറ്റർ മുഹമ്മദ് ഷഫീഖ് മൗലവി അദ്ദാരിമി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. എള്ളുപുറം സെന്റ് മിഥ്യ സഭയുടെ പള്ളി പ്രതിഷ്ഠാ ദിന പെരുന്നാൾ സമാപിച്ചു. പെരുന്നാളോടനുബന്ധിച്ച് പ്രദക്ഷിണം, കലാപരിപാടികൾ ഉൾപ്പെടെ വിവിധ പരിപാടികൾ നടന്നു. ഇടവക വികാരി റവറൻ രാജേഷ് പത്രോസ്, ഈസ്റ്റ് കേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ VS ഫ്രാൻസിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CSA ഈസ്റ്റ് കേരള മഹായിടവക എള്ളുപുറം സെന്റ് മിഥ്യ സഭയുടെ 138ാമത് പള്ളി പ്രതിഷ്ഠാ പെരുന്നാൾ സമാപിച്ചു. ഇടവക വികാരി റവറൻ രാജേഷ് പത്രോസ് തിരുനാളിന് കൊടിയുയർത്തി ആരംഭിച്ച പെരുന്നാൾ ആരാധനയിൽ വാളകം സെന്റ് ലൂക്സ് CSI ചർച്ച് വികാരി റവറൻ KD വചന ശുശ്രൂഷ നൽകി. പ്രദക്ഷിണത്തെ തുടർന്ന് നടന്ന ആരാധനയിൽ ഈസ്റ്റ് കേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ VS ഫ്രാൻസിസ് വചന ശുശ്രൂഷയ്ക്കും വിശുദ്ധ സംസർഗത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഘോഷയാത്ര, പ്രദക്ഷിണം, പെരുന്നാൾ ആരാധന എന്നിവയും നടന്നു. മഹായിടവക ട്രഷറർ PC മാത്യുക്കുട്ടി, സെക്രട്ടറി റവറൻ TJ ബിജോയ്, പാസ്റ്ററൽ ബോർഡ് സെക്രട്ടറി റവറൻ ജോസഫ് മാത്യു, മേലുകാവ് സഭ ജില്ലാ ചെയർമാൻ റവറൻ ജോണി ജോസഫ്, ബിഷപ്പ് സെക്രട്ടറി റവറൻ മാക്സിൻ ജോൺ, ഇടവക വികാരി റവറൻ രാജേഷ് പത്രോസ്, റവറൻ ജോൺസൺ, റവറൻ KD ദേവസ്യ, റവറൻ റെജിൻ C ബാബു എന്നിവർ ആരാധനയ്ക്ക് നേതൃത്വം നൽകി.
ഉടുമ്പന്നൂർ മണ്ഡലതല മഹാത്മാഗാന്ധി കുടുംബസംഗമം നടന്നു. KPCC മുൻ ജനറൽ സെക്രട്ടറി റോയി കെ പോലോസ് ഉദ്ഘാടനം ചെയ്തു. കുടുംബസംഗമത്തിൽ മണ്ഡലം പ്രസിഡന്റ് മനോജ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങളുടെ ഉടുമ്പന്നൂർ മണ്ഡലം തല ഉദ്ഘാടനം ഉടുമ്പന്നൂർ ടൗൺ 16-ാം വാർഡിൽ നടന്നു. KPCC മുൻ സെക്രട്ടറി റോയി കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. കുടുംബ സംഗമത്തിൽ മണ്ഡലം പ്രസിഡന്റ് മനോജ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. ആദിവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് CP കൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജു ഓടയ്ക്കൽ, DCC മെമ്പർ ജോൺസൺ കുര്യൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ സോമ്യ അഗസ്റ്റിൻ, PT ജോസ്, സാം ജേക്കബ്, വിനു വിജയൻ, ജോർജ് മേച്ചേരി, ജിജി സുരേന്ദ്രൻ, നൈസി ഡെനിൽ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഹാജറ സയ്യിദ് മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മനു CL, യൂത്ത് ജില്ലാ സെക്രട്ടറി റിമീസ് കുരാപ്പള്ളി, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഗോപിനാഥൻ, വാർഡ് മെമ്പർ സിബി, ബൂത്ത് പ്രസിഡന്റ് രാമചന്ദ്രൻ പുളിവേലിൽ, മുതിർന്ന കോൺഗ്രസ് നേതാവ് കൊച്ചേട്ടൻ ചെള്ളാമ്പടത്തിൽ, മറ്റ് മണ്ഡലം ഭാരവാഹികൾ, ബൂത്ത് പ്രസിഡന്റുമാർ, വാർഡ് പ്രസിഡന്റുമാർ എന്നിവർ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ ക്രമക്കേടിൽ ജില്ലാ കളക്ടർ സസ്പെൻഡ് ചെയ്ത 5 പേരിൽ കോടതിയെ സമീപിച്ച് തിരികെ പ്രവേശിച്ച 2 പേരെ ജോലിയിൽ പ്രവേശിപ്പിക്കരുതെന്ന് കാട്ടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റും ഹൈക്കോടതി ഉത്തരവ് നൽകി. തൊഴിലുറപ്പ് പദ്ധതി ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്ററുടെ ഓഫീസിൽ നിന്ന് നടത്തിയ പരിശോധനയിലായിരുന്നു വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യാപക ക്രമക്കേടുകൾ ഉള്ളതായുള്ള പരാതിയിന്മേൽ തൊഴിലുറപ്പ് പദ്ധതി ജില്ലാതല ഉദ്യോഗസ്ഥനായ ജില്ലാ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്ററുടെ ഓഫീസിൽ നിന്നും നടത്തിയ പരിശോധനയിലായിരുന്നു തൊഴിലുറപ്പ് വിഭാഗത്തിൽ 5 ജീവനക്കാരെ പുറത്താക്കിക്കൊണ്ട് ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉത്തരവ് നൽകിയിരുന്നത്. പുറത്താക്കിയ 5 പേരിൽ R അമ്പിളി, A സതി എന്നിവർ കോടതിയെ സമീപിച്ച് തിരികെ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. ഇതോടെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇരുവരുടെയും പെർഫോമൻസ് വിവരങ്ങളടക്കമുള്ള രേഖകൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് സമർപ്പിക്കുകയും ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർ ജോലിയിൽ തുടരേണ്ടതില്ല എന്ന് കാട്ടി വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഉത്തരവ് നൽകുകയുമായിരുന്നു. ഹൈക്കോടതി ജഡ്ജ് അനിൽ K നരേന്ദ്രൻ, S മുരളീകൃഷ്ണ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് തിരികെ ജോലിയിൽ പ്രവേശിച്ചവരെ പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതികളിൽ വ്യാപക ക്രമക്കേടുകൾ ഉള്ളതായുള്ള നിരവധിയായ പരാതികളിന്മേലായിരുന്നു 5 ജീവനക്കാരെ ജില്ലാ കളക്ടർ പുറത്താക്കിയിരുന്നത്. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് 2025-2026 സാമ്പത്തിക വർഷത്തെ ബജറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിന്റെ അധ്യക്ഷതയിൽ കൂടിയ പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജ്മൽ ഖാൻ അസീസ് അവതരിപ്പിച്ചു. ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് 2025-2026 സാമ്പത്തിക വർഷത്തെ ബജറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിന്റെ അധ്യക്ഷതയിൽ കൂടിയ പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജ്മൽ ഖാൻ അസീസ് അവതരിപ്പിച്ചു. വരവ് 19,62,56,671, ചിലവ് 18,96,64,000, ബാക്കി 65,92,671 ബജറ്റാണ് അവതരിപ്പിച്ചത്. 96,64,000 രൂപയും നീക്കുബാക്കിയായി 65,92,671 രൂപയുമാണ്. 2025-26 ബഡ്ജറ്റിൽ ഊന്നൽ നൽകുന്ന മേഖലകൾ: ഒന്ന്, പാർപ്പിടം. നമ്മുടെ PMAY ലൈഫ് ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ധനസഹായം നൽകുന്ന ഇതാണ് പരിഗണനയിലുള്ളത്. അതോടൊപ്പം ഗ്രാമീണ റോഡുകളുടെ നവീകരണം, കൂടാതെ നടയം ഡിപ്പോ റോഡിൻ്റെ സാക്ഷാത്കാരം, മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി നിലനിർത്തുന്നതിനുള്ള കർമ്മ പദ്ധതികൾ, വൃദ്ധർ, ഭിന്നശേഷിക്കാർ, വനിതകൾ എന്നിവരുടെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ, അതോടൊപ്പം കുടിവെള്ളം, ശുചിത്വം, ആരോഗ്യം മേഖലകൾക്കായി ഊന്നൽ നൽകുക എന്നിവയാണ് നമ്മുടെ 2025-26 ബജറ്റിൽ ഊന്നൽ നൽകുന്ന മേഖലകൾ. ലൈഫ് PMAYയിലെ ഭവനരഹിതരായ മുഴുവൻ ആളുകൾക്കും ഭവന നിർമ്മാണത്തിന് ധനസഹായം, നടയം ഡിപ്പോ റോഡിന്റെ സാക്ഷാത്കാരം, ദുർബല വിഭാഗങ്ങൾക്കും വനിതകൾക്കും മുൻഗണന നൽകുന്നതിനൊപ്പം അടിസ്ഥാന സൗകര്യ വികസനത്തിനും കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം, മാലിന്യ സംസ്കരണം തുടങ്ങി എല്ലാ രംഗത്തും ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷീജ നൌഷാദ്, അസീസ് ഇല്ലിക്കൽ, മോളി ബിജു, മെമ്പർമാരായ സുജാത ശിവൻ, സുബേദ അനസ്, ബിന്ദു ശ്രീകാന്ത്, ലത്തീഫ് മുഹമ്മദ്, താഹിറ ആമിർ, ബേബി കാവാലം, സൂസി റോയ്, AK സുഭാഷ് കുമാർ, കാരിക്കോട് വില്ലേജ് ഓഫീസർ മനു, നിർവഹണ ഉദ്യോഗസ്ഥർ, അക്കൗണ്ടന്റ് മിനു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സറീന PA സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി അനന്തകൃഷ്ണൻ നന്ദിയും രേഖപ്പെടുത്തി. മൈലക്കൊമ്പ് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷന്റെ ഡിജിറ്റൽ മാഗസിൻ സർഗസരണി പ്രകാശനം ചെയ്തു. ഗായകൻ നൌഫൽ ഉച്ചാരക്കടവ്, കുമാരമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ്, പഞ്ചായത്ത് അംഗം സുമേഷ് പാറച്ചാലിൽ, ദേവന തൊടുപുഴ എന്നിവർ ചേർന്ന് സർഗസരണി മാസികയുടെ പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിൽ അപ്പു ജോൺ ജോസഫ് സാഹിത്യവേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു.
ഇടുക്കി ജില്ലയിലെ കെയർ ഹോമുകളിൽ സംരക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളിൽ സാഹിത്യരചനയിൽ കഴിവുള്ള കുട്ടികളുടെ സർഗ്ഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ കഴിവുകൾ വളർത്തുന്നതിനും വേണ്ടിയാണ് മൈലക്കൊമ്പ് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ സർഗ്ഗസരണി ഡിജിറ്റൽ മാഗസിൻ ആരംഭിച്ചിരിക്കുന്നത്. ചടങ്ങിൽ മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിൽ അപ്പു ജോൺ ജോസഫ് സാഹിത്യവേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലില്, സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലില് ഇത്രയും കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന മറ്റൊരു ചിൽഡ്രൻസ് ഹോം കേരളത്തിലുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഈ ആൽബിറ്റനും ഇവിടെ ഏരിയാസും ഒക്കെ പ്രൊഫഷണലായിട്ട് ഇവിടെ സ്റ്റീഫൻ ഡേവിസിന്റെ കൂടെ വരെ കീബോർഡ് വായിക്കാനുള്ള ഒരു സ്ഥിതിയിലേക്ക് ഈ പിള്ളേരെ കൈ ഉയർത്തി കൊണ്ടുവന്നത് തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനത്തിന് അഭിമാനത്തെക്കാൾ ഉപരി ധാരാളം ദൈവാനുഗ്രഹം ഉണ്ടെന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തൊരാവശ്യത്തിനും എവിടെയും പോയാലും ഈ നാട്ടുകാരും വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും ഒക്കെ ഇവരുടെ കൂടെ നിൽക്കുന്നതും ആത്മാർത്ഥതയോടുകൂടി ഈ കുട്ടികളെ പരിപാലിക്കുവാനും, അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ ഇവിടുത്തെ ഓരോ കുട്ടികളെയും സ്വന്തം കുട്ടികളെക്കാൾ നന്നായിട്ട് നോക്കുന്ന ഒരു സ്ഥാപനം. അതുകൊണ്ട് തന്നെ ഏത് പരിപാടിക്ക് ഇവിടെ ന്യൂസിലാൻഡോ പ്രിൻസോ വിളിച്ചാൽ ഞാൻ ഓടി വരാറുണ്ട്. ഗായകനായി നൌഫൽ ഉച്ചാരക്കടവ്, കുമാരമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ്, പഞ്ചായത്ത് അംഗം സുമേഷ് പാറച്ചാലിൽ, ദേവന തൊടുപുഴ തുടങ്ങിയവർ ചേർന്ന് സർഗ്ഗസരണി ഡിജിറ്റൽ മാഗസിന്റെ പ്രകാശനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, മൈലക്കൊമ്പ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നത് ജാമ്യമില്ലാ കുറ്റമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി IAS അറിയിച്ചു. എല്ലാവരും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു. വനം മന്ത്രി നാടിന് അപമാനമെന്ന് കോതമംഗലം രൂപതാ ചാൻസലർ റവറൻ ഡോക്ടർ ജോസ് കുളത്തൂർ. കത്തോലിക്ക കോൺഗ്രസ് കരിമണ്ണൂർ ഫൊറോന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോദി സർക്കാർ ഇന്ത്യയെ വൻ സാമ്പത്തിക ശക്തിയാക്കിയെന്ന് BJP സംസ്ഥാന വക്താവ് KVS ഹരിദാസ്. BJP ഇടുക്കി നോർത്ത് ജില്ലാ കമ്മിറ്റിയിൽ സംഘടിപ്പിച്ച ബജറ്റ് ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേനലെത്തും മുമ്പ് അറക്കുളത്തെ വാട്ടർ ടാങ്ക് വിതരണം ആശ്വാസമായി. ടാങ്ക് വിതരണം ജലന്ധർ വാർഡ് മെമ്പർ വിനീഷ് വിജയൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക വനവൽക്കരണം ലക്ഷ്യമാക്കി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുതലക്കൊടുത്ത് ഗ്രീൻ വാലി അഗ്രോ ഫാം പ്രവർത്തനം ആരംഭിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.